നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ദുബായ്. എന്താ ഇത് മാത്രം മലയാളികൾ ഇത്രത്തോളം ചൂസ് ചെയ്യാൻ കാരണം? ഒന്ന്, പ്രൈസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ പോകുന്ന എമൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കും. സ്കൂട്ടിന് ഇപ്പോൾ വളരെ നല്ലൊരു പ്രൊമോ ഓഫർ ഉണ്ട്. 11 ഓഗസ്റ്റ് വരെയാണ് ആ പ്രൊമോ ഉള്ളത്. സാധാരണ ട്രിവാൻഡ്രത്ത് നിന്ന് സിംഗപ്പൂർ പോകുന്നതിന് എബൌട്ട് 12,000 റുപ്പീസ് എയർഫെയർ വരും. ഇപ്പോൾ ഈ പ്രൊമോ ഉള്ളതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഫെയർ 6,800 റുപ്പീസ് ആണ്. വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഒരു ഫ്ലൈറ്റിൽ ഈ പ്രൊമോ ഫെയർ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ പ്രൊമോ ഫെയർ കിട്ടത്തുള്ളൂ. സെയിൽ നടത്തുന്നത് ഓഫ് സീസണിലാണെന്ന് അങ്ങനെയാണോ? ഒരിക്കലുമല്ല. എത്ര രൂപയുണ്ട് നമുക്കൊരു ട്രിപ്പ് പോവാം? 1999 കോഴിക്കോട് തുടങ്ങിയ ഒരു കമ്പനിയാണ് അൽഹിന്ദ്. അൽഹിന്ദ് വഴിയാണ് കേരളത്തിനകത്തും പുറത്തുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് രാജ്യങ്ങൾ കണ്ടത്, ഒരുപാട് സ്ഥലങ്ങൾ കണ്ടത്. അൽഹിന്ദിലൂടെ നമുക്ക് എന്തൊക്കെയാണ് ഇനി കാണേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കൊണ്ടുപോകണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അൽഹിന്ദ് ഡയറക്ടർമാരിൽ ഒരാളാണ് ഇന്ന് എന്റെ കൂടെയുള്ളത്. വെൽക്കം ടു മൈ ഷോ സാർ. താങ്ക് യു. എന്റെ പേര് ബിജു വർഗീസ്. ഞാൻ അൽഹിന്ദ് ഹോളിഡേയ്സിന്റെ ഡയറക്ടറാണ്. ഞങ്ങൾ കാലിക്കറ്റിൽ തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും മിഡിൽ ഈസ്റ്റില് എല്ലാ രാജ്യത്തും സാന്നിധ്യമുണ്ട്. ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു സമയമാണ്, യാത്രക്ക് തയ്യാറെടുക്കുന്ന സമയമാണ്. അപ്പൊ നമുക്ക് യാത്രയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാം. അപ്പൊ ഇതിനെക്കുറിച്ചാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. തീർച്ചയായും. എത്ര രൂപയുണ്ട് നമുക്കൊരു ട്രിപ്പ് പോവാം? റൈറ്റ് നൗ മലേഷ്യയിലേക്കാണെങ്കിൽ ഒരു 29,900 പാക്കേജ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഡേറ്റ്സ് എന്താ പറയുക, ഫ്ലെക്സിബിൾ ആയിരിക്കണം. തായ്ലൻഡിലേക്കാണെങ്കിൽ ഒരു 35,000 റുപ്പീസിനൊക്കെ ചെയ്യാൻ പറ്റും. സിംഗപ്പൂരിലേക്കൊക്കെ ആണെങ്കിൽ ഒരു 60,000 റുപ്പീസ് സ്കൂട്ടിന്റെ പ്രൊമോ കൂടി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു 65,000 സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എന്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ സിംഗപ്പൂര് പോകാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവന് പോകാൻ പറ്റിയ സമയം ഏതാ, ബുക്ക് ചെയ്യാൻ പറ്റിയ ഫ്ലൈറ്റ് ഏതാ? ട്രിവാൻഡ്രത്ത് നിന്നാണ് പോകുന്നതെങ്കിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് സ്കൂട്ടാണ്. സ്കൂട്ടിന് ഇപ്പോൾ വളരെ നല്ലൊരു പ്രൊമോ ഓഫർ ഉണ്ട്. 11 ഓഗസ്റ്റ് വരെയാണ് ആ പ്രൊമോ ഉള്ളത്. സാധാരണ സിംഗപ്പൂരിന് ട്രിവാൻഡ്രത്ത് നിന്ന് സിംഗപ്പൂർ പോകുന്നതിന് എബൌട്ട് 12,000 റുപ്പീസ് എയർഫെയർ വരും. ഇപ്പോൾ ഈ പ്രൊമോ ഉള്ളതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഫെയർ 6,800 റുപ്പീസ് ആണ്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ്. രാത്രി 11 മണിക്കാണ് ഫ്ലൈറ്റ്. രാവിലെ അവിടെ എത്തും. മറ്റൊരു കാര്യം, ഈ പ്രൊമോയുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഓഗസ്റ്റ് മുതൽ 31 മാർച്ച് വരെ ഈ പ്രൊമോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്ട്രിക്ഷൻസ് വളരെ കുറവാണ്. ഇൻ ബിറ്റ്വീൻ ഒരു 2-3 വീക്സിൽ ബ്ലാക്ക് ഔട്ട് പീരീഡ് വരുന്നുണ്ട്. അതർവൈസ് 15 ഓഗസ്റ്റ് മുതൽ 31 മാർച്ച് വരെ ഈ പ്രൊമോ ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 11 ഓഗസ്റ്റിന് ഈ പ്രൊമോ തീരും. വളരെ കുറച്ച് സീറ്റ്സ് മാത്രമേ ഒരു ഫ്ലൈറ്റിൽ ഈ പ്രൊമോ ഫെയർ അവൈലബിൾ ആയിട്ടുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ പ്രൊമോ ഫെയർ കിട്ടത്തുള്ളൂ. അതർവൈസ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ കിട്ടിയില്ലെങ്കിൽ അവർ നെക്സ്റ്റ് ഡേ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ ഫ്ലൈറ്റുകളൊക്കെ സെയിൽ നടത്തുന്നത് ഓഫ് സീസണിലാണെന്ന്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. സെയിൽ ഇടുന്നത് ഓഫ് സീസണാണോ എന്ന് നോക്കിയല്ല. ഈ സെയിലിന്റെ ട്രാവൽ പീരീഡ് അത് തീർച്ചയായിട്ടും ഓഫ് സീസൺ ആയിരിക്കും. ഒരു സീസൺ ടൈമിലേക്ക് ഒരു പ്രൊമോ ഫെയർസ് ഉണ്ടാവുകയില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന സ്കൂട്ടിന്റെ ഓഫർ എന്ന് പറയുന്നത് 15 ഓഗസ്റ്റ് മുതൽ 31 മാർച്ച് വരെയാണ്. എങ്കിൽ പോലും ഇൻ ബിറ്റ്വീൻ ചില ഡേറ്റ്സുകളിൽ പ്രൊമോ ഫെയർസ് അവൈലബിൾ അല്ല. ഫോർ എക്സാമ്പിൾ 18 ഡിസംബർ മുതൽ 20 ജാനുവരി വരെ ഈ ഫെയർ അവൈലബിൾ അല്ല. കാരണം അതൊരു ക്രിസ്തുമസ് ന്യൂ ഇയർ സീസണാണ്. ലോകത്തെല്ലായിടത്തും ആളുകൾ യാത്ര ചെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് ആ പീരീഡിൽ ഈ പ്രൊമോ ഫെയർസ് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ ഒക്ടോബറിൽ ദീപാവലിയാണ്. ദീപാവലി കേരളത്തിൽ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ പോലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ഫെസ്റ്റിവൽ മൂഡുള്ള ടൈമാണ്. ആ ദീപാവലി ടൈമിലും ട്രിവാൻഡ്രത്തു നിന്നാണ് ഫ്ലൈറ്റ് പോകുന്നതെങ്കിൽ പോലും, അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ നിന്നാണ് പോകുന്നതെങ്കിൽ പോലും ആ സമയത്തും ഈ പ്രൊമോ ഫെയർസ് അവൈലബിൾ അല്ല. ഈ സ്കൂട്ടിന്റെ കാര്യം ചോദിക്കാം. ഇപ്പൊ ട്രിവാൻഡ്രം എടുത്തു പറഞ്ഞു, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ ഓഫർ ഉണ്ടാവില്ലേ? ഈ സ്കൂട്ട് എന്ന് പറയുന്ന എയർലൈൻ സിംഗപ്പൂർ ബേസ്ഡ് എയർലൈൻ ആണ്. അത് സിംഗപ്പൂർ എയർലൈൻസിന്റെ സിസ്റ്റർ കൺസേൺ ആണ്. ഇതൊരു ബഡ്ജറ്റ് എയർലൈൻ ആണ്. കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ എയർലൈൻസ് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ സ്കൂട്ട് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ട്രിവാൻഡ്രം കൂടാതെ കോയമ്പത്തൂർ, ട്രിച്ചി, ചെന്നൈ, വിശാഖപട്ടണം, അമൃത്സർ ഈ സ്റ്റേഷനിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രൊമോ ഫെയർസ് ഉള്ളത്. സിംഗപ്പൂർ എയർലൈൻസ് 18 കൺട്രീസിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, 70 ഡെസ്റ്റിനേഷൻസിലേക്ക്. നമ്മൾ സിംഗപ്പൂരിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ പോലും അവർക്ക് കൊലലാംപൂര്, ബാലി, ബാങ്കോക്ക് അതുപോലെ പ്രധാനപ്പെട്ട എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്കും ഫ്ലൈറ്റ്സ് ഉണ്ട്.
വളരെ കൺവീനിയന്റ് കണക്ഷൻസ് ആണ്. ഈ പറയുന്ന ഡെസ്റ്റിനേഷൻസിലേക്കും പ്രൊമോ ഫെയർസ് അവൈലബിൾ ആണ്. സിംഗപ്പൂരിലേക്ക് സ്റ്റാർട്ടിംഗ് ഫെയർ 6,800 ആണ്. അത് കൊലാലംപൂരിലേക്കാണെങ്കിൽ 7,800, തായ്ലൻഡിലേക്കാണെങ്കിൽ 8,800, ബാലി ആണെങ്കിൽ 9,800. എല്ലാ പ്രധാനപ്പെട്ട മലയാളികൾ യാത്ര ചെയ്യുന്ന എല്ലാ പ്രധാനപ്പെട്ട ഫാർ ഈസ്റ്റിലെ ഡെസ്റ്റിനേഷൻസിലേക്കും സ്കൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ ചൈന, ജപ്പാൻ, കൊറിയ, ഓസ്ട്രേലിയയിലേക്കുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സൗദി അറേബ്യയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ജദ്ദയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഓഫർ എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ സ്റ്റേഷൻസിലേക്കും ഉണ്ട്. ഓഫർ വരുന്നോണ്ടിരിക്കുകയാണ്. സ്കൂട്ടിന്റെ ഫ്ലൈറ്റ് രാത്രി സമയങ്ങളിലാണോ കൂടുതൽ അതോ പകൽ സമയങ്ങളിലാണോ? ട്രിവാൻഡ്രത്തുനിന്നും കോയമ്പത്തൂരിൽ ഫ്ലൈ ചെയ്യുന്നത് രാത്രിയാണ്. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവിടെ എത്തും. ആ ഹോൾ ഡേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വേറൊരു കാര്യം, അവരുടെ ഫ്ലൈറ്റ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് ട്രിവാൻഡ്രത്തേക്കാണെങ്കിലും കോയമ്പത്തൂരിലേക്കാണെങ്കിലും വൈകിട്ടത്താണ്. ഏകദേശം ഒരു 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ആ അവസാനത്തെ ദിവസവും നമുക്ക് ഫുൾ ഡേ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ഇതിന്റെ. ശരിക്കും നമ്മളൊരു ഫ്ലൈറ്റിൽ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഏത് സമയം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്? രാത്രിയാണോ പകലാണോ? ഫ്ലൈറ്റിന്റെ ചാർജ് നോക്കുകയാണെങ്കിൽ അങ്ങനെ രാത്രി പകലൊന്നല്ല, അത് നമ്മുടെ ബേസ്ഡ് ഓൺ അവർ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു 3 ദിവസത്തേക്കോ 4 ദിവസത്തേക്കോ ഒരു കൺട്രി വിസിറ്റ് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും രാത്രിയിലെ ഫ്ലൈറ്റ് ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. രാവിലെ അവിടെ എത്തും, നമുക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ചെയ്ത് നമുക്ക് ആ ഹോൾ ഡേ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തിരിച്ചും വൈകിട്ടുള്ള ഫ്ലൈറ്റ് ആണെങ്കിൽ ലാസ്റ്റ് ഡേയിലും ഫുൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെയും റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്? നമ്മൾ മെയിനായിട്ട് പോകുന്നത് മലേഷ്യ, തായ്ലൻഡ്, സിംഗപ്പൂർ, ദെൻ ദുബായ്. ഇതാണ് മെയിനായിട്ട് പോകുന്ന ഡെസ്റ്റിനേഷൻസ്. എന്താ ഇത് മാത്രം മലയാളികൾ ഇത്രത്തോളം ചൂസ് ചെയ്യാൻ കാരണം? ഒന്ന്, പ്രൈസ് ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. മറ്റൊന്ന്, കൺവീനിയന്റ് ഫ്ലൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ മലേഷ്യയിലേക്കൊക്കെ ധാരാളം ഫ്ലൈറ്റ്സ് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തായ്ലൻഡിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വാല്യൂ ഫോർ മണി ഡെസ്റ്റിനേഷൻസ് ആണ്. ഇപ്പൊ യൂറോപ്യൻ കൺട്രീസിലേക്കോ അമേരിക്കയിലേക്കൊക്കെ പോകുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് വളരെ ഹൈ ആണ്. അത് എല്ലാവർക്കും അഫോർഡബിൾ അല്ല. ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ബോംബെയിലോ ഡൽഹിയിലോ അല്ലെങ്കിൽ കൽക്കട്ടയിലോ പോകുന്ന സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻസ് എല്ലാം കവർ ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കും. അടിപൊളി. സ്കൂട്ടും അൽഹിന്ദും കൈകോർക്കാൻ എന്താ കാരണം? അൽഹിന്ദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ 29 ബ്രാഞ്ച് ഉണ്ട്. ഞങ്ങൾ നല്ലൊരു വോളിയൂം ഓഫ് ബിസിനസ് സ്കൂട്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും ഞങ്ങൾക്ക് ഓഫീസുണ്ട്. മോറോവർ, ഞങ്ങൾ ഈ സ്കൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻസിലേക്കെല്ലാം ടൂർ പാക്കേജസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങൾ സ്കൂട്ട് എയർലൈനുമായി കമ്പൈൻ ചെയ്തുകൊണ്ട് വളരെ അട്രാക്റ്റീവ് പാക്കേജസ് ആണ് മാർക്കറ്റിൽ ഓഫർ ചെയ്യുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പോൾ അൽഹിന്ദ് വഴിയാണ് നമ്മൾ സ്കൂട്ടിൽ ബുക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും? തീർച്ചയായിട്ടും. കാരണം ഒരു പാക്കേജിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന്, വോളിയൂം ഓഫ് ബിസിനസ്. നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് പാക്കേജസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഓപ്പറേഷണൽ കോസ്റ്റ് കുറയും. മറ്റൊന്ന്, ഞങ്ങൾ ഹ്യൂജ് വോളിയൂം ഓഫ് ബിസിനസ് ഒരു കൺട്രിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ഏജന്റ് ഞങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് റേറ്റ് ഓഫർ ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് 29 ബ്രാഞ്ചസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വോളിയൂം ഓഫ് ബിസിനസ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. സ്വാഭാവികമായിട്ടും വോളിയം പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് അത് ഓഫർ ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ച് എമൗണ്ട് പറയാം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്ര കാശുണ്ട് പറഞ്ഞാൽ കുറച്ച് എമൗണ്ട് പറയാം. എനിക്ക് പോകാൻ പറ്റിയ ഒരു ട്രിപ്പിനെ കുറിച്ച് പറഞ്ഞു തരണം. അത് നാഷണലോ ഇന്റർനാഷണലോ? ഓക്കെ. അപ്പൊ ആദ്യത്തത്, എന്റെ കയ്യിൽ 25,000 രൂപയാണുള്ളത്. എനിക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഏതാ? 25,000 രൂപയ്ക്ക് ഡൊമസ്റ്റിക് ആയിട്ട് പോകാൻ സാധിക്കുന്നത് ഹൈദരാബാദാണ്. ഒരു 2 nights 3 days ഫ്ലൈറ്റ് പാക്കേജ്, വളരെ നല്ലൊരു പാക്കേജ്. 3 star ഹോട്ടൽസ് വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്റർനാഷണൽ ആണെങ്കിൽ നമുക്ക് മലേഷ്യ ഒരു 29,000 30,000 ഉണ്ടെങ്കിൽ ഡേറ്റ് ഫ്ലെക്സിബിൾ ആണെങ്കിൽ മലേഷ്യയും 4 star ഹോട്ടൽ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്റെ കയ്യിലുള്ളത് 50,000 രൂപയാണ്. 50,000 രൂപയാണെങ്കിൽ ഡൊമസ്റ്റിക്കിൽ നമുക്ക് ഗോൾഡൻ ട്രയാങ്കിൾ പോകാൻ സാധിക്കും. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഡൽഹി, ആഗ്ര, ജയ്പൂർ, ദെൻ കാശ്മീർ പോകാൻ പറ്റും. പിന്നെ നോർത്ത് ഈസ്റ്റ് പോകാൻ സാധിക്കും. ഇന്റർനാഷണൽ ആണെങ്കിൽ നമുക്ക് തായ്ലൻഡ് സാധിക്കും. അതുപോലെ തന്നെ വിയറ്റ്നാം സാധിക്കും. പിന്നെ സിംഗപ്പൂരും ഒരു ബഡ്ജറ്റ് പാക്കേജ്, വളരെ ബഡ്ജറ്റ് പാക്കേജ് 50,000 ചെയ്യാൻ സാധിക്കും. കയ്യിലുള്ളത് 1,00,000 ആണെങ്കിലോ? 1,00,000 ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കുക. കേരളത്തിൽ നിന്ന് ധാരാളം ആളുകൾ സിംഗപ്പൂർ, മലേഷ്യ കമ്പൈൻ ചെയ്ത് പോകുന്നുണ്ട്. കാരണം രണ്ടായിട്ട് പോകുന്നതിനേക്കാൾ അടുത്തടുത്ത രാജ്യങ്ങളായതുകൊണ്ട് സിംഗപ്പൂർ, മലേഷ്യ ഒരുമിച്ച് പോകുന്നുണ്ട്. 1 lakh rupeesന് സിംഗപ്പൂർ, മലേഷ്യ ചെയ്യാൻ സാധിക്കും. ദുബായ്
അബുദാബി, ഷാർജ ചെയ്യാൻ സാധിക്കും. ദെൻ ബാലിയൊക്കെ ഒരു 70,000 റുപ്പീസിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോ ഒരേ സമയം ഒരു ടിക്കറ്റില് അല്ലെങ്കിൽ ഒരേ സമയത്ത് 2 രാജ്യങ്ങളിലേക്ക് പോകുന്നുള്ള ഗുണം എന്താ? 2 രാജ്യങ്ങളിലേക്ക് പോകുന്നതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത്, അടുത്തടുത്ത രാജ്യങ്ങളാണെങ്കിൽ നമ്മൾക്ക് ഈ എയർഫെയർ മോറോള്ള സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സിംഗപ്പൂർ എയർഫെയറും മലേഷ്യ എയർഫെയറും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. അപ്പൊ ഈ സിംഗപ്പൂരിന്റെ എയർഫെയർ ഒരു പക്ഷേ റിട്ടേൺ എയർഫെയർ ഒരു 25,000 റുപ്പീസ് ആണെങ്കിൽ സിംഗപ്പൂർ മലേഷ്യയുടെയും ചിലപ്പോൾ ഒരു 30,000 റുപ്പീസിന് നമുക്ക് പോയി വരാൻ പറ്റും. ഒരു 5,000 റുപ്പീസും കൂടി അഡീഷണൽ കൊടുത്താൽ 2 രാജ്യങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ 2 രാജ്യങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ് ഓൾവേസ് ബെറ്റർ. ഫോർ എക്സാമ്പിൾ യൂറോപ്പിലേക്കാണെങ്കിൽ ഗ്രീസും ടർക്കി ഒരുമിച്ച് പോകുന്നുണ്ട്. അതുപോലെ അസർബൈജാനും കസാക്കിസ്ഥാനും ഒരുമിച്ച് പോകുന്നുണ്ട്. പല രാജ്യങ്ങളും ഒരുമിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ തായ്ലൻഡും മലേഷ്യ ഒരുമിച്ച് പോകുന്നുണ്ട്. സിംഗപ്പൂരും മലേഷ്യ ഒരുമിച്ച് പോകുന്നുണ്ട്. അത് നമ്മുടെ ടൈം ബേസ് ചെയ്തായിരിക്കും. അത് വളരെ കോസ്റ്റ് എഫക്റ്റീവാണ്. എന്ത് പറഞ്ഞാലും ഒരു ട്രിപ്പ് പോകുമ്പോൾ എന്തൊക്കെ കയ്യിൽ കരുതണം? ട്രിപ്പ് പോകുമ്പോൾ തീർച്ചയായിട്ടും കരുതേണ്ടത് ആ രാജ്യത്തെ കറൻസി നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, സഫീഷ്യന്റ് ആയിട്ടുള്ളത്. പിന്നെ ആ രാജ്യത്തെ കാലാവസ്ഥ എന്താണെന്ന് ചെക്ക് ചെയ്ത് അതിനനുയോജ്യമായ ഡ്രസ്സ് നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. ട്രാവൽ ഇൻഷുറൻസ് ഒരുപക്ഷെ ടൂർ ഓപ്പറേറ്റേഴ്സ് പറയുന്നുണ്ടാവില്ല. തീർച്ചയായിട്ടും ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു അൺഫോർസീൻ ആയിട്ടൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രൈസിസ് മാനേജ് ചെയ്യാൻ പറ്റും. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ എല്ലാ ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റുകളുടെയും ഒരു സോഫ്റ്റ് കോപ്പി നമ്മുടെ മൊബൈലിൽ സൂക്ഷിക്കുക. ടിക്കറ്റ്, വിസ, പാസ്പോർട്ടിന്റെ കോപ്പി. ഒരു എമർജൻസി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ക്രൈസിസ് മാനേജ് ചെയ്യാൻ വളരെ സഹായിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇപ്പം ഇന്റർനാഷണൽ റോമിംഗ് ഒക്കെ വളരെ ചീപ്പാണ്. നമുക്ക് റോമിംഗ് ആക്ടിവേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റ് ആ രാജ്യത്ത് ലാൻഡ് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ആക്റ്റീവ് ആയിരിക്കും. നമ്മുടെ ടൂർ ഓപ്പറേറ്ററായിട്ട് കണക്ട് ചെയ്യുന്നതിനോ നമ്മുടെ വീടുമായിട്ട് കണക്ട് ചെയ്യുന്നതിനോ. അപ്പോൾ നമുക്കൊരിക്കലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാവുകയില്ല. വീട്ടിലുള്ളവർക്ക് സാധാരണ ലോക്കൽ കോൾ വിളിക്കുന്നത് പോലെ വിളിച്ച് നമ്മളോട് സംസാരിക്കാനും നമുക്ക് തിരിച്ച് സംസാരിക്കാനും, നമ്മുടെ ഒഫീഷ്യൽ ആണെങ്കിലും പേഴ്സണൽ ആണെങ്കിലും നമുക്ക് ആ റിലേഷൻ, നമ്മുടെ നമ്പർ ചേഞ്ച് ചെയ്യാതെ തന്നെ നമ്മളെ റീച്ചബിൾ ആയിരിക്കും. അത് സ്ട്രോങ്ലി റെക്കമെൻഡഡ് ആണ്. ഒരു 1,000 റുപ്പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 3 days 4 daysലേക്കൊക്കെ റോമിംഗ് ആക്ടിവിറ്റി ചെയ്തു പോകാൻ പറ്റും. നമുക്ക് എപ്പോഴും റീച്ചബിൾ ആയിരിക്കും. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. എത്ര പോക്കറ്റ് മണി കരുതണം? പോക്കറ്റ് മണി ഓരോരുത്തരുടെയും ബേസ്ഡ് ഓൺ റിക്വയർമെന്റ് ആണ്. അത് നമുക്കൊരിക്കലും മിനിമം എന്നോ മാക്സിമം എന്നോ പറയാൻ പറ്റത്തില്ല. പോകുന്നവരുടെ ബഡ്ജറ്റാണ് അതിനകത്തൊരു ഡിസൈഡിങ് ഫാക്ടർ. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും അലസന് മാത്രമേ ഫ്ലൈറ്റ് മിസ്സാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം നമ്മളത് വളരെ സില്ലി ആയിട്ട് കാണുന്നത് കൊണ്ടാണ് ഈ ഫ്ലൈറ്റ് മിസ്സിംഗ് സംഭവിക്കുന്നത്. നമ്മൾ ഓരോ തവണയും ട്രാവൽ ചെയ്യുമ്പോൾ, ഞാനൊരു ഫസ്റ്റ് ടൈം ട്രാവലർ എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ തന്നെ ട്രാവൽ ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മളൊക്കെ ചിലരോട് 3 hours ബിഫോർ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ തവണ ട്രാവൽ ചെയ്തപ്പോൾ 1 hour ബിഫോറാണ് എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്തത്, എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും ഞങ്ങളത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മളുടെ കേരളത്തിലെ റോഡുകളുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ. ട്രാഫിക് ബ്ലോക്സ് ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ 2 hours 3 hours 4 hours ഒക്കെ ബ്ലോക്കിൽ പെടേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു 3 hours ബിഫോർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് നല്ലത്. സാറിപ്പോ എത്ര വർഷമായി ടൂറിസം മേഖലയിൽ? ഞാൻ 30 years ആയി. ഓക്കെ. അൽഹിന്ദിലോ? അൽഹിന്ദിൽ 23 years ആയി. ഓക്കെ. അൽഹിന്ദിൽ 23 വർഷം, ടൂറിസം മേഖലയിൽ 30 വർഷം. അതെ. സാറിനോട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് 3 ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോണത്. ഓക്കെ. മസ്റ്റായിട്ട് നമ്മൾ പോകേണ്ട സ്ഥലം, അതൊന്ന് ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഡൽഹി, ആഗ്ര, ജയ്പൂർ. കാരണം നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം കിടക്കുന്ന ഒരു ഭാഗമാണ് ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. താജ്മഹൽ, അതുപോലെ പിങ്ക് സിറ്റി ജയ്പൂര്, ഡൽഹി നമ്മുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന നഗരമാണല്ലോ. പിന്നെ ഇന്ത്യയുടെ ക്യാപിറ്റലാണ്. അൽഹിന്ദിന്റെ പാക്കേജ് എത്ര രൂപയാണ്? ഞങ്ങളുടെ പാക്കേജ് 44,900. ഓണത്തിന് ഒരു 4ഓളം പാക്കേജുകളുണ്ട്. അത് ഓൾ ഇൻക്ലൂസീവ് ആണ്. ഞങ്ങളുടെ സ്റ്റാഫ് കൂടെ ഉണ്ടാകും. നമ്മൾ ഇവിടുന്ന് എടുത്ത് തിരിച്ച് നാട്ടിലെത്തുന്ന രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ നമ്മൾ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം ഏതാ? മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലമെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സാധാരണ നടക്കുന്നത് മലേഷ്യയാണ്, ദെൻ തായ്ലൻഡ്, ദെൻ സിംഗപ്പൂർ. കേരളത്തിൽ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം ഏതാ? കേരളത്തിൽ മസ്റ്റായിട്ട് കാണേണ്ട സ്ഥലം ഒന്ന് മൂന്നാറാണ്, ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ. മറ്റ് ബാക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ ആലപ്പിയാണ്, ഹൗസ് ബോട്ട്. ദെൻ ബീച്ച് എന്ന് പറയുമ്പോൾ
തീർച്ചയായിട്ടും കോവളമാണ്. അൽഹിന്ദ് ഫ്ലൈറ്റ് തുടങ്ങാൻ പോവാണെന്ന് കേട്ടു, ഉള്ളതാണോ, സത്യമാണോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് DGCയുടെ NOC കിട്ടി. ഞങ്ങളിപ്പോൾ AOCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്ക് അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിതിൻ എ ഷോർട്ട് പീരീഡ് എന്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. സൂര്യ പടത്തിൽ പറയുന്നുണ്ട് ടാറ്റ ഒരു ഫ്ലൈറ്റ് കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് 20 വർഷം എടുത്തു എന്ന്. അൽഹിന്ദോ? ടാറ്റ ഫ്ലൈറ്റ് കമ്പനി തുടങ്ങിയത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇന്ന് നമ്മുടെ നാട് ഒത്തിരി മാറിക്കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം കുറെ കൂടി സിംപ്ലിഫൈഡ് ആണ്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സാധിക്കുന്നത് പോലെ ഈ ഫ്ലൈറ്റ് ഓപ്പറേഷൻസും അതിൻ്റെതായ ടൈം എടുക്കും. പക്ഷെ ടാറ്റ തുടങ്ങിയതുപോലെ 20 വർഷത്തിന്റെ ആവശ്യം വരത്തില്ല. കേവലം 1-2 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോസസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണ് പ്ലാൻ ചെയ്തത്? ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണ്. നമ്മൾ റീജിയണൽ റൂട്ട്സ് ആയിരിക്കും ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഒരുപാട് നാളായിട്ട് നമ്മൾ ഈ പാസ്പോർട്ടിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. ശരിക്കും എന്താ സംഭവം? അതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞല്ലോ. ഈ പാസ്പോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ പാസ്പോർട്ടിൽ ഒരു ചിപ്പ് കൂടി കണക്റ്റഡ് ആയിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പാസ്പോർട്ടിന്റെ പേജിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ ചിപ്പിനകത്തുണ്ടാകും. ഈ പാസ്പോർട്ടിൽ മുൻകാലങ്ങളിലൊക്കെ ഫ്രോജറി നടക്കുന്നുണ്ടായിരുന്നു. ഓൾട്ടറേഷൻസ് ഒക്കെ നടത്താൻ സാധിക്കുമായിരുന്നു. ഈ ചിപ്പ് വരുന്നതോടുകൂടി അതിനുള്ള ഒരു ചാൻസസും ഇല്ല. പിന്നെ മറ്റൊരു കാര്യം, നമുക്കിപ്പോൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാവൽ ഫോർമാലിറ്റി, എമിഗ്രേഷൻ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ വേറൊരു രാജ്യത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ എമിഗ്രേഷനും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു സിസ്റ്റംസ് തീർച്ചയായിട്ടും ഈ ചിപ്പ് വരുന്നതോടെ ഉണ്ടാവും. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെല്ലാവരും ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ചിന്തിച്ചത് ഈ കോവിഡിന് ശേഷമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞൊരു 5-6 വർഷത്തിനിടയിലാണ്. അന്ന് എങ്ങനെയാ അൽഹിന്ദ് ഒരു ട്രാവൽസ് തുടങ്ങണമെന്ന് പ്ലാൻ ഇട്ടത്? മലയാളികളെ സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ യാത്ര തുടങ്ങിയിരുന്നു. നമ്മളിപ്പോ നമ്മളുടെ ഒരു അൽഹിന്ദ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു ടൂർ കമ്പനി മാത്രമല്ല, അല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന എയർലൈൻ മാത്രമല്ല. ഞങ്ങൾ ട്രാവൽ റിലേറ്റഡ് എല്ലാ സർവീസസും കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ടിക്കറ്റിംഗ് സർവീസസ്, റിക്രൂട്ട്മെന്റ്, ഓവർസീസ് ക്ലയൻസിന് റിക്രൂട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങൾക്ക് സ്റ്റഡി അബ്രോഡ് ഉണ്ട്. എല്ലാ സർവീസസും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ സേവനങ്ങളെല്ലാം കോവിഡിന് മുമ്പും ആവശ്യമായിരുന്നു. അതെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി അൽഹിന്ദിനെ സമീപിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ധാരാളം ആളുകൾ സമീപിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MBBS ഒക്കെ നാട്ടിൽ വളരെ എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ മാനേജ്മെന്റ് കോട്ടയിലൊക്കെ അഡ്മിഷൻ കിട്ടി പഠിക്കണമെങ്കിൽ മോർ ദാൻ 1 crore ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേസമയത്ത് ഒരു 35 to 40 lakhs rupees സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിദേശത്ത് MBBS പഠിക്കാൻ പറ്റും. ഈജിപ്തിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേറെ പ്രത്യേകിച്ച് എക്സാമൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതർവൈസ് ഡയറക്റ്റ് ആയിട്ട് അവിടെ തന്നെ ഹോസ്പിറ്റലുകളിൽ ജോലി കൊടുക്കുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആണ് വിദേശത്ത് ഉള്ള പഠനം. അൽഹിന്ദിന്റെ ഇന്റർനാഷണൽ ട്രിപ്പ് ഏതൊക്കെയാ? ഞങ്ങൾക്ക് ലോകത്ത് എല്ലായിടത്തേക്കും പാക്കേജസ് ഉണ്ട്. എവിടെ വേണമെങ്കിലും നമുക്ക് സർവീസ് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഞങ്ങൾക്കുണ്ട്. കേരളത്തിന് പുറത്തും ഉണ്ടോ? അൽഹിന്ദിന് കേരളത്തിൽ 29 ബ്രാഞ്ചസ് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ പ്രധാന നഗരങ്ങളിലും ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ട്. ഡൽഹി, ബോംബെ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, കൽക്കട്ട, ചെന്നൈ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യത്തും ഞങ്ങളുടെ ഓഫീസസ് ഉണ്ട്. സൗദി അറേബ്യ, ദുബായ്, ദോഹ. ദുബായിലേക്കൊക്കെ ഞങ്ങളുടെ അടുത്ത് ബുക്ക് ചെയ്യുന്നവർക്ക് അവിടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളി ഡ്രൈവേഴ്സും ഞങ്ങളുടെ സ്റ്റാഫുകളാണ്. അപ്പോൾ ഒരു അപരിചിതത്വവും ഫീൽ ചെയ്യത്തില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട്, വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്.